ആണുങ്ങളെ ഞാൻ ഭൂരിപക്ഷം കുറ്റം പറയില്ല. എനിക്ക് ആണുങ്ങളെ കുറ്റം പറയുന്നതിനോട് താല്പര്യമില്ല. ഇല്ല. അതെന്താ? അതെന്താ വെച്ചാൽ നമ്മുടെ കയ്യിലെ കുട്ടി അതിന്റെ ബ്രേക്ക്. നമ്മളെങ്ങനെ നോക്കും? പെണ്ണുങ്ങൾക്ക് ചിരിയിൽ എന്തൊക്കെ അർത്ഥം ഉണ്ടെന്ന് അറിയോ? പല അർത്ഥമുണ്ട്. നോട്ടത്തിൽ എന്താ ഒരു അർത്ഥം ഉണ്ടെന്ന് അറിയോ? അതായത് പെൺകുട്ടികളുടെ ചിരിയിൽ പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ എല്ലാരെയും ഞാന് ആൺകുട്ടികളെ പുകഴ്ത്തൊന്നുമില്ല. പക്ഷേ ആൺകുട്ടികളുടെ ക്യാരക്ടർ അതാ. അതിനനുസരിച്ച് പെണ്ണുങ്ങൾ നിന്നാൽ നമ്മളൊരു ബസ്സിൽ കയറി നമ്മളെ തോണ്ടുന്നവരുണ്ടാവും, ചവിട്ടുന്നവരുണ്ടാവും. അവന്മാര് ചവിട്ടുള്ള ഒറ്റ നോട്ടം മതി, അവൻ പോണ വഴി അറിയില്ല. ആ പെണ്ണുങ്ങൾ ചെയ്യില്ല. ഒരു ഒതുങ്ങി കൂടുക, ആൾക്കാർ അറിഞ്ഞാൽ ലജ്ജ അറിയരുത്. ആ ഒതുക്കാണ് ആണുങ്ങളെ നശിപ്പിക്കുന്നത്. ഇതുപോലെ കൊച്ചുമോന് ഉപദേശം കൊടുക്കാറുണ്ട്. എന്റെ കൊച്ചുമോനോട് ഞാൻ 2 കാര്യമാണ് പറയാ. മോനെ, കക്കരുത്. നിന്റെ പെൺകുട്ടികളെ നിന്റെ പെങ്ങളായിട്ട് കാണും. ഏത് മക്കളെയും പെണ്ണുങ്ങളായിട്ട്. ഭാര്യ ഒന്നേ ഉള്ളൂ, ഒരു പെണ്ണേ ഉള്ളൂ ഭാര്യ. പിന്നെ അത്യാവശ്യം നോക്കിയെടുക്കുകയും ചെയ്യാത്ത ലോകമൊന്നുമില്ല ഒരു രസത്തിന്. പക്ഷെ ആരെയും ഒരു കുട്ടികളെ വേദനിപ്പിക്കരുത്. ആ തിയറിയോടാണ് ഇവര് തേപ്പ് മിഷനെ വരുന്നത്. ഇതൊക്കെ പറയുമ്പോഴേ ആള് മിണ്ടാതിരിക്കും. അതെ, ഏതെങ്കിലും പെൺകുട്ടികളൊക്കെ വിളിച്ചൊക്കെ എന്നെ കൊണ്ടുവന്ന് കാണിക്കും. കാണിക്കും, അവരായിട്ട് സംസാരിക്കും, ഒക്കെ ചെയ്യും. അവസാനം ദേകടാ ആര് തേക്കും? ഇവനതിനൊന്നും ഇഷ്ടമില്ല. ഇവനെ വെറുതെ ഈ പെണ്ണുങ്ങളെ ഇങ്ങോട്ട് വിളിക്കുമ്പോ എന്തേലും പറഞ്ഞിട്ട് 2 ദിവസമോ 3 ദിവസം ആള് കാണും. ഇപ്പഴാ ലിസ്റ്റ് ഒക്കെ കുറേ കേട്ടോ ഇന്റർവ്യൂ വരുമ്പോഴത്തേക്ക്. ഇപ്പൊ കൊച്ചുവിന്റെ കല്യാണൊക്കെ നടത്തണ്ടേ? പക്ഷെ ആള് കുഞ്ഞാ. ഞാൻ വിചാരിച്ച ഏജ് ഉണ്ട്, പക്ഷെ കുഞ്ഞ് താടി രോമം വന്നപ്പോ ഞാൻ പറയണ ഇത് എടുത്ത് കളയണം, ഇത് തന്നെ കൊച്ചുകുട്ടിയാ. അപ്പൊ എല്ലാരും ചേട്ടാന്നെ വിളിക്കുന്നേ. ഇവന് 10-35 വയസ്സായി എന്നൊക്കെ ആൾക്കാര് പറയുന്നത്. ആ മെച്യൂരിറ്റി ഉള്ളതുകൊണ്ടാ അമ്മയുടെ ആ ഒരു സ്ട്രോങ് ഫേസ് കൊച്ചുമോന് കിട്ടിയിട്ടുണ്ട്. കൊച്ചുമോനാണ് ഒന്നിലേക്ക് അങ്ങോട്ട് ഒരു കാര്യപ്രാപ്തിയാണ്. അങ്ങനെ അവന് അമ്മയില്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ല, അമ്മയാണ് ഇഷ്ടം അമ്മൂമ്മേനാണ് ഇഷ്ടം? ആ കാര്യത്തിന് അമ്മയാ. അപ്പൊ എനിക്ക് പ്രാപ്തി ഇല്ലല്ലോ. അത് വേണ്ട പറയാം. നമുക്ക് വേറൊരു തരത്തിലുള്ള ഇഷ്ടമാണ്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റാത്തൊരു ഇഷ്ടം. വെച്ചാൽ അത് എനിക്ക് അമ്മയിലും തോന്നിയിട്ടില്ല, അപ്പനും തോന്നിയിട്ടില്ല. നമ്മളോട് ആളിങ്ങനെയാ. എനിക്കിപ്പോ ഒരു പനി വന്നാലും എന്റെ അമ്മ അടുത്തേക്ക് എന്റെ വരില്ല. ആളാണ് എന്നെ പരിചരിക്കുക. ആൾക്ക് എത്ര ഞാൻ കോരിച്ചൊരിഞ്ഞ് കിടന്നാൾ എന്റെ അപ്പുറത്ത് വന്ന് കിടന്ന് എന്റെ മേത്ത് തൂങ്ങിയിട്ട്. അതിപ്പോ ഇത്ര പ്രായമായില്ലേ, ചെറുപ്പത്തിലല്ല ചെയ്യണേ. 24 വയസ്സായില്ലേ. എനിക്ക് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വരെ ഒരു പനി വന്നപ്പോ ആളങ്ങനെയാണ്. നമുക്ക് എന്ത് വന്നാലും നമ്മുടെ കൂടെ നിൽക്കണ ഒരാള്. തെറിയൊക്കെ എപ്പോഴും പറയാം, വേറെ കാര്യം. പക്ഷെ എന്നാലും നമ്മളെ എന്ത് കാര്യത്തിന് ഇപ്പൊ ഞാൻ രാത്രി ഒന്നും ചിലപ്പോ നേരം വീട്ടാവും വരിക. ഞാൻ വന്നാലേ കിടന്നുറങ്ങുള്ളൂ. അമ്മയൊക്കെ 10 ഉറക്കം കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ വന്നാലാണ് ഉറങ്ങുള്ളൂ. അതുവരെ കൊണ്ടെത്തിച്ചിരിക്കും. ഞാൻ വന്നാൽ എനിക്ക് വാതിൽ തുറന്നു തരേണ്ട അമ്മയാവും. അങ്ങനത്തെ ഒക്കെ ഒരു വേറൊരു ബന്ധാണ് ഞങ്ങള്. അത് നമുക്ക് ഇവിടെ പറഞ്ഞ എന്നും ഡെയിലി ലൈഫിൽ ഞങ്ങൾ അങ്ങനെയാണ്. പിന്നെ പ്രത്യേകിച്ച് സാധ്യത എന്ന് പറയുന്നത് വെച്ചാൽ എന്തെങ്കിലും കാര്യവും പിന്നെ അവന്റെ എല്ലാ കാര്യങ്ങളും ലൈസൻസ് എടുക്കുക, അതെടുക്കുക, ഇതെടുക്കുക ഒക്കെ അമ്മയാ. അതെല്ലാ മക്കൾക്കും കൃത്യമായിട്ട് ചെയ്യും. എത്ര കടങ്ങളോ കാര്യം എന്തോ ആവട്ടെ. പക്ഷെ മറ്റൊരു സ്നേഹം അവൾക്ക് ആരോടും അറിയില്ല. അത് അവള് വന്നാൽ നശിപ്പിക്കാൻ. ഈ സ്നേഹം പ്രകടിപ്പിക്കണം. ഒരമ്മ അടുത്ത് കിടന്നാ ഇപ്പൊ അവൻ വലുതായി, വേണ്ട, കുഞ്ഞു കുട്ടിയെ കെട്ടിപ്പിടിച്ച് കിടക്കല്ലേ, അവളങ്ങോട്ട് തിരിഞ്ഞ് കിടക്കും, കുട്ടി ഇന്ന് തിരിഞ്ഞ്. മക്കളൊന്നും കിടക്കില്ല. മോളൊക്കെ വന്നാൽ എന്റെ അടുത്ത് കിടക്കുക. എന്താ കാര്യം, അമ്മയ്ക്ക് ഒരു ഇതുമില്ല. അത് അവളെ കെട്ടിപ്പിടിച്ച് കിടക്കാനുണ്ടല്ലോ. അമ്മ മോശമൊന്നുമില്ല, വണ്ണമൊക്കെ ഉണ്ട്. ഇത്രയില്ല. ഇത് കയ്യും കാലൊക്കെ കയറ്റി വെച്ചാൽ ഒരു ശരീരത്തേക്ക് എത്തൂല. നിങ്ങൾ തമ്മില് ഈ ഒരു കഥ എന്നോട് നേരത്തെ അവിടെ പറഞ്ഞ കഥയുണ്ട്. ഞാൻ കൊറേ ചിരിച്ചതാണ്. കൊച്ചിലെ ആള് വാശി പിടിക്കുമ്പോ ഈ വാശി നിർത്താൻ വേണ്ടി വയസ്സായിട്ടുള്ളോ, തെറി എന്താന്നൊന്നും അറിയേണ്ട പ്രായമല്ല. അപ്പൊ പിന്നെ ഞാൻ ഉറക്കിക്കെടുത്തേ. അമ്മ ജോലിക്ക് പോയേക്കല്ലേ. അപ്പൊ കുപ്പിപ്പാലിക്ക് കൊടുക്കുക. ആ പാല് കൊടുത്തപ്പോ ഉറങ്ങുമ്പോ ഇവനെ കെട്ടിപ്പിടിച്ച് കിടക്കണം. എഴുന്നേൽക്കുമ്പോഴും അവന് കാണണം. അപ്പൊ ഞങ്ങളുടെ റൂമും അടുക്കളയൊക്കെ ആയിട്ട് ഇത്തിരി വ്യത്യാസമല്ലോ, കാണില്ല. അപ്പൊ ഞാൻ മെല്ലെ മേണിക്കുമ്പോഴേക്കും ഇവന് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കണ്ടേ, ഞാനേ ഉള്ളൂ. അപ്പൊ ഇവനെന്തെങ്കിലും അന്ന് കുക്കൊക്കെയോ കൊടുക്കുക. ഉണ്ടാക്കാന്ന് കരുതി പോയി ഞാൻ അടുക്കളയിൽ ചെന്ന് കത്തിക്കുമ്പോഴേക്കും ഉണരും. പിന്നെ ഇവിടെ എന്തൊക്കെ പുകയില അവിടെ ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യും അവൻ. വാശിക്കാരനാണ്. അപ്പൊ ഞാൻ ഇവനെ ഒന്നൊന്ന് ഒതുക്കണ്ടേ. ഒതുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താലും സമ്മതിയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ബലമായിട്ട് പിടിച്ചെങ്കിലും
പറഞ്ഞു കഴിയുമ്പോ എന്താ പറയാ ആള് സൈലന്റായി. ഇഞ്ചക്ഷൻ കൊടുത്ത പോലെ. പിന്നെ ആളവിടെ തളർന്നു കിടന്നോളൂ. അപ്പൊ അമ്മ ചിലപ്പോ അവിടെ ഉണ്ടെങ്കില് അപ്പൊ അമ്മ ഉണ്ടെങ്കിൽ എന്റെ കൂടെ കിടക്കാള്. അമ്മ എന്തുട്ടി അമ്മമ്മ ഇത്ര പൊട്ടിച്ചിരിക്കാറുള്ള ഇപ്പം പറയില്ല കേട്ടോ. പ്രായമായാലും അമ്മ ഞാൻ ചെയ്തു അമ്മയോട് പറയില്ല. അമ്മ ഇതിനൊക്കെ എതിരുള്ള അമ്മ വേറൊരു ലെവലാ, വേറൊരു അപ്പൊ എനിക്കതൊന്നും ഇഷ്ടമില്ല. അവർക്ക് ജോലി ഉത്തരവാദിത്തം, ഹോട്ടൽ കട, അതിലൊക്കെ ഭയങ്കര ജോല. നമുക്ക് നമുക്ക് ഭക്ഷണം തരണം, നമുക്ക് വെള്ളം തരണം, അല്ലെങ്കിൽ അതൊന്നും ഇല്ല. ഇപ്പൊ വഴക്കുണ്ടാക്കുന്ന കാരണം കൊണ്ട് രാവിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാ പോണം. ഇവന് സമ്മതിക്കില്ല. അമ്മമ്മയുടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടേ നിങ്ങൾ ജോലിയുടെ ഹോട്ടല് ഇപ്പൊ രാവിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആള് പോവുള്ളൂ. അപ്പൊ ആൾക്ക് ഇതൊന്നും നിർബന്ധമില്ല. ആൾക്ക് അമ്മേനെ കഴിഞ്ഞിട്ടുള്ളൂ, പക്ഷെ അമ്മ പ്രകടിപ്പിക്കാറില്ല. ഈ സ്നേഹം ഉള്ളിലുണ്ട് പക്ഷെ പ്രകടിപ്പിക്കാൻ പറ്റില്ല. ഇതൊക്കെ എങ്ങനെയാ ശരിക്കും സ്നേഹം പ്രകടിപ്പിക്കേണ്ടതല്ലേ? എപ്പോഴും ഉള്ളി മാത്രം വെച്ചിട്ട് കാര്യമുണ്ടോ? അത് അവള് പറഞ്ഞ സ്നേഹം തുറന്നു കാണിക്കാൻ ആരോടും ഇല്ല കേട്ടാ. നമ്മള് പുറത്തുനിന്ന് ഒരാൾ വരികയെന്ന് വെച്ചാൽ ആള് തളർന്നിട്ട് അങ്ങനെയുള്ള ഒരു സ്വഭാവം. നമ്മളെ വല്ല ഒരാളെ ഹായ്ക്കൊരു വിലയുണ്ട്. ഇതൊരു കമ്മിയും ഇല്ല. ഈ അമ്മയുടെ എനർജി ശരിക്കും മക്കൾക്ക് ആർക്കാ കിട്ടിയേ? അമ്മക്ക് എത്ര മക്കളുണ്ട്? എനിക്ക് 4 4 പോകാം. 4 തൃശ്ശൂരൻ തന്നയുടെ അതേപോലെ ചണ്ണകളെന്ന് പറയാം. എന്താ മീനിങ്? എന്താ അതിന്റെ ചണ്ണ? ചണ്ണാന്ന് വെച്ചാൽ കഴിവില്ല. അമ്മമ്മയുടെ അത്ര ഇതില്ല. പിന്നെ വേറൊരു തരയിൽ അവർക്ക് കഴിവുകളൊക്കെ ഉണ്ട്. എന്റെ മോൾക്ക് വേറെ എല്ലാ കഴിവുകളുണ്ട്. ജോലി സംബന്ധമായ പ്രശ്നത്തിൽ അവര് ആരെയും നീക്കി നിർത്താൻ പറ്റില്ല. അതുപോലെ മറ്റുള്ള എല്ലാ കാര്യത്തിലും. പിന്നെ ഇപ്പൊ ഇങ്ങനെ അവര് എന്റെ പോലെ ചടപടാന്ന് പറയുക, അത് ചെയ്യാവും ചെയ്യും. സൈലന്റ് ആണ്. മൂത്തോളം എന്തൊക്കെ ഇടയ്ക്ക് ഓരോന്ന് പറഞ്ഞു തുടങ്ങി തോന്നുന്നു. അതില് കൊച്ചുമോനാണ് കുറച്ചും കൂടെ പറയില്ല. പുറമേ ഞങ്ങൾ രണ്ടാരും പറയില്ല കേട്ടോ ആരോടും. പുറമേ എന്റെ മക്കളോടൊന്നും ഞാൻ പറയില്ല. ഇപ്പൊ ഇവിടെ പെങ്ങൾക്ക് ഭയങ്കര ദോഷം കയറി പറഞ്ഞ. ഇപ്പൊ നിങ്ങളുടെ വീഡിയോസ് ചെയ്തു തുടങ്ങിയപ്പോൾ ഓൾറെഡി വീട്ടിൽ നിന്ന് എതിർപ്പുണ്ടായിരുന്നല്ലോ. നിങ്ങള് വീട് മാറാന്നൊക്കെ തീരുമാനിച്ചില്ലേ? എങ്കിലും ഞാൻ അമ്മമ്മയും മാത്രം ഈ വീഡിയോ ഇട്ടിട്ട് ഞങ്ങൾക്ക് മുന്നേറുന്ന അങ്ങനത്തെ ഒരു ഇല്ല. ഇതവരങ്ങനെ പറഞ്ഞ അപ്പൊ എനിക്ക് തന്നെ തോന്നി അങ്ങനെ ഒരു 3 മാസം ചെയ്തില്ലേ, ഇതുകൊണ്ടൊന്നല്ല നമ്മള്. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടാ. കാശ് സംബന്ധമായി ഇനിയിപ്പോ സിനിമയിൽ പോയി ഞങ്ങള് കാശിനോട് വലിയ ഇമ്പോർട്ടന്റ് ചെയ്യുന്ന ആൾക്കാർ അല്ല. ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. ഇന്നും അധ്വാനം. ശരിക്കും ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മള് വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യണെന്ന് അറിയില്ലല്ലോ. ശരിക്കും നിങ്ങൾ എന്താ ചെയ്യണേ? സ്വയമേ ഞങ്ങൾക്ക് ഒരു അവളുടെ അമ്മ ജോലിക്കാരിയായിരുന്നു. പിന്നെ ഞങ്ങള് ഇങ്ങോട്ട് മാനവസേവ ഹോസ്പിറ്റലിലെ നല്ല വർക്കാണ്. ഇങ്ങള് മാറിയപ്പോ അവള് വണ്ടിയിലാ യാത്ര. വണ്ടിയിൽ നരങ്ങിട്ടേ പോവുള്ളൂ, പേടിയാ. അങ്ങനെ 5 മണിക്ക് അവിടെ നിന്ന് കയറിയ 9 മണിക്ക് ഇവിടെ എത്തുള്ളൂ. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഇവരാരും ഉണ്ടായില്ല. അപ്പൊ അവള് ജോലി നിർത്തിയിട്ട് വീട്ടിൽ. പിന്നെ ഞങ്ങൾക്ക് വെള്ളയപ്പ ബിസിനസിന്റെ തൃശ്ശൂര് വെള്ളയപ്പം എന്ന് പറയും, പാലപ്പം. അത് കാറ്ററിംഗുകാർക്ക് നല്ല കച്ചവടമുണ്ട്. അപ്പൊ അതിന് വേറെ വർക്കർ പുറത്തൊന്നും ആൾ പഠിക്കാറില്ല. എന്റെ ഇളയ മോള് വരും. അവള് സാമ്പത്തികമായിട്ട് ഇവിടെ അടുത്ത ജീവിക്കുന്ന. അവളുണ്ടാക്കുക വെള്ളയപ്പം. ചേട്ടത്തിയെ നീറ്റി മാറി മാറി ചെയ്യും. ഞാൻ അടുക്കും, പെട്ടിയിലാക്കും, ഒക്കെ പാക്ക് ചെയ്യും. എന്നിട്ടത് ഇവൻ കിടന്നുറങ്ങും. അവന്റെ ജോലി 5 മണിയാകുമ്പോ തുടങ്ങും റിയോണേന്ന് വിളിക്കും. ആള് കൃത്യനിഷ്ഠക്കാരിയാ അമ്മ. ആരും ഇങ്ങോട്ട് വിളിക്കുന്ന ഇഷ്ടമില്ല, അങ്ങോട്ട് കൊണ്ടു കൊടുക്കണം എന്നുള്ള. ഇവൻ അങ്ങനെ 4 പേര് ഇങ്ങോട്ട് 4 പ്രാവശ്യം വിളിച്ചിട്ട് കൊണ്ടു കൊടുത്താലേ ഡിമാൻഡ് ഉള്ളൂന്ന് ചിന്തിക്കുന്നതാണ് ഇവൻ. അപ്പോഴും 5 മിനിറ്റ് 5 മിനിറ്റ് അവന്റെ കൂടെ പുറപ്പ. എന്ത് പറഞ്ഞാല് അവിടുന്ന് വിളിച്ച് കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നാലും ഇവിടെ ഒന്ന് 5 മിനിറ്റ്. അമ്മക്ക് ഇപ്പൊ ഇത്ര ഏജ് ഉണ്ട്? വയസ്സ് 76 വയസ്സ്. ഈ 76 വയസ്സിൽ എങ്ങനെ ഇത്ര എനർജി? എങ്ങനെ അത്? അതിന്റെ രഹസ്യം എന്താ അമ്മ? എനർജി എന്ന് വെച്ചാൽ എന്താ ഞാൻ അതിനെ പറ്റി പറയാ? അത് ദൈവം തന്നൊരു കഴിവാന്നോ, അല്ലൊരു ശക്തിയാന്നോ,
പറയാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ രോഗിയൊക്കെയാ, വയ്യ, ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും കൂട്ടാക്കില്ല. കുറച്ചൊക്കെ ഇരുന്ന് വലിക്കും, പിന്നെ